നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസം എന്നുള്ള ആ പദത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ബിലീഫ്, ട്രസ്റ്റ്, ഫെയ്ത്ത്, ശ്രദ്ധ, 4 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. ഇപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസമാണ്. സുഹൃത്തിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചിങ്ങിലുള്ള വിശ്വാസം, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസം, ഇതൊക്കെ ട്രസ്റ്റ് എന്ന് പറയും. ഐ ട്രസ്റ്റ് യു, അല്ലെങ്കിൽ ഐ ട്രസ്റ്റ് ദിസ് ഡോക്ടർ, ഇതൊക്കെ നമുക്ക് ട്രസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഈ ട്രസ്റ്റിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാം. മാരേജ് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ട്, അപ്പോൾ ഈ വിശ്വാസം കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു വരും, എന്തായിരിക്കും സ്ഥിതി? ഒരിക്കലും തളരാത്ത, നശിക്കാത്ത ഒരു വിശ്വാസം ഫൗണ്ടേഷനായിട്ട് മാറും. അതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും അത് തകരില്ല. അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം, അതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ചാരുജി മഹാരാജ് പറയും, ഫെയ്ത്ത് ഇസ് ബിലീഫ് ഇൻ ദ ഇംപോസിബിൾ എന്ന് പറയും. ലാലാജി മഹാരാജ് പറയുന്നത്, സാധ്യമായുള്ള കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കാം, അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അതും പോസിബിളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ഫെയ്ത്തായിട്ട് മാറുന്നത്. ഈശ്വരൻ്റെ സാമ്രാജ്യത്തിൽ ഒന്നും അസാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അനുഭവവും നമ്മളെ ഉയർത്തുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ അത് ഫെയ്ത്തായിട്ട് മാറുന്നു. ഈശ്വരൻ എന്നെ സഹായിക്കും, ഈശ്വരൻ അനുഗ്രഹിക്കും, സംശയമില്ല എന്ന് പറയുമ്പോൾ അത് ഫെയ്ത്തല്ല. ഈശ്വരൻ അങ്ങനെ വരുത്തില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് അതെന്നെ അങ്ങനെ മോശമൊന്നും വരില്ല, അത് ഫെയ്ത്തല്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വരുന്നതൊക്കെ നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഫെയ്ത്ത്. മോശമായിട്ടൊന്നും വരില്ല. കുട്ടിക്ക് അമ്മയിലുള്ള, വലുതാകുമ്പോൾ അത് മാറുമായിരിക്കും, ഒരു ഫെയ്ത്ത് ഉണ്ട്.
അറിയാതെ സംഭവിക്കുന്നതാണ്. അമ്മ എനിക്ക് മോശമൊന്നും തരില്ല, മോശമായിട്ടൊന്നും ചെയ്യില്ല, അമ്മ എന്ത് കൊടുത്താലും കുട്ടി കഴിക്കുന്നു. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ അമ്മ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നു. കുട്ടിക്ക് അറിയില്ല, കുട്ടി അമ്മ തരുന്നതൊക്കെ നല്ലതെന്ന് വെച്ച് കഴിക്കും, ഒരു കുട്ടി മരിക്കും. അതൊരു അമ്മയുടെ കൂടെ സന്തോഷത്തോട് പോയ കുട്ടീനെ കൊന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് വിശ്വാസവഞ്ചന, ഫെയ്ത്ത് അടിത്തറ തന്നെ തകർക്കുകയാണ്. നമുക്ക് ലോകത്തിൽ നിലനിൽക്കാൻ ഒരു അടിത്തറയുണ്ട്, സ്നേഹം എന്നൊരു അടിത്തറയുണ്ട്. അത് ആ ഫെയ്ത്ത് അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ എന്താ ജീവിക്കാനുള്ളത് ബാക്കി? ആ ഫെയ്ത്ത് തകരുന്നത് എപ്പോഴും? ഫെയ്ത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. നമ്മൾ ഫെയ്ത്ത് കെട്ടിപ്പടുത്തുന്നത് ഈ ലോകത്തിലുള്ള അനുഭവങ്ങൾ മാത്രമാകുമ്പോൾ ആ ഫെയ്ത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇളകുന്ന അടിത്തറയിലാവും. ഇതൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അഹിംസ ഈസ് മൈ ഫെയ്ത്ത് ആൻഡ് അഹിംസ ഈസ് മൈ ക്രീഡ് എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകാം, ഉറങ്ങുന്ന സമയത്ത് അതേ ഫെയ്ത്ത് തന്നെയാണോ? സ്വപ്നാവസ്ഥയിലും ഞാൻ അവിടെ തന്നെയാണോ നിൽക്കുന്നത്? ഞാൻ സ്മരണയിലാണ് എന്ന് പറയും, സ്വപ്നാവസ്ഥയിൽ ആ സ്മരണയിലാണോ? ഈശ്വരസ്മരണ പോട്ടെ, കുടുംബത്തിൻ്റെ സ്മരണ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ സ്വപ്നത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ശത്രുത കാണാം, അവരുടെ തല്ലു പിടിക്കുന്ന. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ എൻ്റെ മനസ്സ് വേറെ എവിടേക്ക് പോകുന്നു. എൻ്റെ പേഴ്സണാലിറ്റീസ് ഉണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പല പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിനെ സാത്വികം, താമസികം, രാജസികം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ സാത്വികം, പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥ രാജസികം, മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ സിമ്പിളായിട്ട് പറഞ്ഞു താമസികം. അപ്പോൾ ആ ഒരു ഫീൽഡ്, രാജസികമായിട്ടുള്ള ഒരു ഫീൽഡിൽ കെട്ടിപ്പടുക്കുന്ന ഫെയ്ത്ത് ആലോചിച്ച് പോകും. നമ്മൾ വളരെയധികം ഫെയ്ത്തുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അത് നമ്മളെ സഹായിക്കാതെ ആവുന്നു. എത്ര നല്ല ഡോക്ടറായാലും അസുഖം വരുമ്പോൾ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതാണ്. നിരീശ്വരവാദിയായിട്ട് ഒരാൾ ജീവിതകാലം മുഴുവൻ നിരീശ്വരവാദിയാണെന്ന് ഘോഷിക്കുന്ന ഒരാൾ അവസാന കാലത്ത് ഈശ്വരവാദിയായിട്ട് മാറുന്നത് കാണാം. അല്ലെങ്കിൽ ഒളിച്ചും പാത്തും ഈശ്വരനെ ജ്യോത്സ്യരെ കാണുന്നത് കാണാൻ സാധിക്കും. ബ്രെയിൻ ഡീജനറേറ്റ് ചെയ്യുമ്പോൾ, അൽഷിമേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫെയ്ത്ത്, പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം തകർന്നു പോകും. കാരണം ഉള്ളിലുള്ള ചില പേഴ്സണാലിറ്റീസ് പൊന്തി വരാൻ തുടങ്ങും. പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാൾ ചിലപ്പോൾ വിശ്വാസിയാണെങ്കിലും ആൾക്കാരെ ഉപദ്രവിക്കാം, തൻ്റെ ബോധം നഷ്ടപ്പെടാം. പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ ഭാഗവത്തിലുണ്ട്. ഭക്തനാണ്, ഒരു സംശയമില്ല. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഒരു ഋഷീനെ വിശന്ന് വരഞ്ഞിരിക്കുമ്പോൾ ഋഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പരിടുകയാണ്, തപസ് ചെയ്തിരിക്കുന്ന ഋഷീനെ. ധ്രുവൻ്റെ കഥയുണ്ട്. ധ്രുവൻ ഭഗവാനെ ദർശിച്ച ആളാണ്. അവസാന കാലത്ത് തൻ്റെ അനിയൻ വധിക്കപ്പെടുമ്പോൾ യക്ഷന്മാരുടെ കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്, മതിമറന്നുപോയി. ആ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് വന്നു ചേർന്നു. റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ ഭക്തനല്ല. അവിടെ മിത്രവും ശത്രുവും ഒന്നും വ്യത്യാസമില്ല, എല്ലാ സമയത്തും തുല്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ശരിക്കും യഥാർത്ഥ ഭക്തൻ. മഹാത്മാഗാന്ധിജി പറയും, ഒപ്രസ്ഡും ഒപ്രസറും രണ്ടുപേരും ഈക്വലി സഫർ ചെയ്യുന്നുണ്ടാണ്. ആ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് എല്ലാവരും ഒരുപോലെ സ്നേഹം കാണിക്കാൻ സാധിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതം ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് വ്യത്യാസങ്ങളില്ല, കാണുന്നവർക്ക് വ്യത്യാസമുണ്ടെന്ന് തോന്നി. കാരണം ഒരച്ഛൻ കുട്ടികളോട് പെരുമാറുന്ന പോലെ ചിലപ്പോൾ ഒരു കുട്ടിയോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ സ്നേഹത്തോട് പെരുമാറും. കാരണം അവനത് ആവശ്യമായിരുന്നു, അവന് കറക്ഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ തകരാതെ ആകുമ്പോൾ ആണ് നമ്മൾ ഒരു ഭക്തനായിട്ട് മാറുന്നത്. ആ ഭക്തൻ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ എന്താണ്, ഫീൽഡ് എന്താണ്, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മൾ നേരെ കുറച്ച് സാത്വിക, രാജസികം, താമസികം എന്നുള്ള ശ്രദ്ധ ഇളകുന്ന ഫീൽഡാണ്. അപ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ, ഫെയ്ത്ത് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയും. അടിത്തറ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ കളിമണ്ണിൻ്റെ മുകളിലോ അല്ലെങ്കിൽ
ചളിയുടെ മുകളിലോ വെള്ളത്തിന് മുകളിലോ കാറ്റിലോ ഒന്നും ഉണ്ടാക്കാൻ പറയും പറ്റില്ല. ബിൽഡിങ് കാസൽസ് ഇൻ എയർ, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുന്നുണ്ട്. കാസൽസും കാറ്റുണ്ടാക്കാൻ പറ്റില്ല. അടിത്തറ സ്റ്റേബിളാണ്, ഫീൽഡ് സ്റ്റേബിളാണ്. അടിത്തറ നിൽക്കുന്ന ഫീൽഡ് സ്റ്റേബിളാണ്. ആ ഇളകാത്ത ഒരു ഫീൽഡ് ഉണ്ട്, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഭക്തിയിൽ ആവണം എന്നുള്ളത് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കൂ. അടുത്ത സെഷനിൽ വീണ്ടും ഇതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.